600 രൂപ പേടിഎം ക്യാഷ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 1 രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ഏൺ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ കിടിലൻ വീഡിയോസ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ഓൾ ഓപ്ഷൻ വയ്ക്കുക. കൂടുതൽ പറഞ്ഞ ആവശ്യമില്ല, നേരിട്ട് നമുക്ക് എങ്ങനെ 3600 രൂപ പേടിഎം ക്യാഷ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേരാണ് യു ഗവൺമെൻറ് എന്നുള്ളത്. യു ഗവ് എന്നുള്ളതാണ് പേര് വരുന്നത്. അപ്പം ഇത് നമുക്ക് നമ്മുടെ സർവേസ് കംപ്ലീറ്റ് ചെയ്യുന്ന കണക്കത്തെ ഉള്ള ഒരു വെബ്സൈറ്റാണ്. അപ്പം നിങ്ങൾ നിങ്ങൾ പറയും കുറേ നാൾ വർക്ക് ചെയ്യണം. അപ്പം നിങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് സർവേ ആണ് നമുക്ക് മെയിനായിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ സർവേ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോയിൻറ്റ്സ് ഏൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സർവേ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു സർവേ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് വരുന്നുള്ളൂ. അതേപോലെ സർവേ ഡെയിലി വരുന്നില്ല. സർവേ വരുമ്പോൾ അവർ മെയിലിൽ അറിയിക്കും, അതായത് നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യുന്ന മെയിലിൽ അറിയിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സൈനപ്പ് ചെയ്യുന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ ആദ്യമേ കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ ഞാൻ നമുക്ക് ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ ഇങ്ങനത്തെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരും. ഇവിടെ നിങ്ങൾ ഇമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങളെ പാസ്വേഡ് നിങ്ങൾ അവിടെ അടിച്ചു കൊടുക്കുക. പാസ്വേഡ് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയിരിക്കുന്ന ഒരു പാസ്വേഡ് കൊടുക്കുക. എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് മെയിലൊക്കെ വരുമ്പോൾ, അതായത് സർവേ കംപ്ലീറ്റ് ചെയ്യാനുള്ള മെയിലൊക്കെ വരുമ്പോൾ ലോഗിൻ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓർമ്മയുള്ള ഒരു പാസ്വേഡ് കൊടുക്കുക. അതേപോലെ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ എൻ്റെ ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ faisalrasi8157@gmail.com എന്നാണ് കൊടുക്കേണ്ടുള്ള. ഇമെയിൽ എന്നുള്ള gmail.com എന്നാണ് കൊടുക്കേണ്ടുള്ളത്. അതിനുശേഷം നമ്മൾ പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം ഞാൻ സൈനപ്പ് ഒന്ന് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പാസ്വേഡ് കാര്യങ്ങൾ കൊടുത്തു. അതിനുശേഷം ഐ അഗ്രി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സൈനപ്പ് വിത്ത് ഇമെയിൽ കൊടുക്കുക. ഇമെയിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും, താങ്ക് യു ഫോർ രജിസ്റ്ററിങ്, യു വിൽ റിസീവ് എ ഇമെയിൽ എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നമ്മൾ ഇനി നേരെ നമ്മുടെ ഇമെയിൽ ചെക്ക് ചെയ്യണം. അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ജിമെയിൽ ഉണ്ടല്ലോ, ആ ജിമെയിലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് അവരൊരു മെയിൽ തരും. ആ ഒരു ഇമെയിൽ നമ്മൾ വെരിഫൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇമെയിലിലേക്ക് പോവുകയാണ്. എനിക്ക് അപ്പം തന്നെ ആ ഒരു ഇമെയിൽ റിസീവ് ആയിട്ടുണ്ട്. കാണാൻ സാധിക്കും നമുക്ക് യു ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇമെയിൽ റിസീവ് ആയിട്ടുള്ളത്. നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും നമുക്ക് 50 പോയിൻറ്റ്സ് സൈനപ്പ് ബോണസ് ആയിട്ട് തരുന്നതായിരിക്കും. ഈ ഒരു പോയിൻറ്റ്സിൻ്റെ വാല്യൂ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോയ്ക്ക് നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. നമ്മളിതാണ് സ്റ്റാർട്ട് സർവേ എന്ന് പറഞ്ഞ ഓപ്ഷനുള്ളിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നേരെ യു ഗവൺമെൻറ്റിൻ്റെ സൈറ്റിലേക്ക് പോകും. അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അക്കൗണ്ടിനകത്തേക്ക് പോകും. അക്കൗണ്ടിനകത്തേക്ക് പോകുമ്പോഴേ നമുക്കൊരു സർവേ ആദ്യമേ എടുക്കാൻ പറയും. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ടേക്ക് എ സർവേ എന്നുള്ളത് നമുക്ക് ഇവിടെ ആദ്യമേ തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ആ ഒരു ടേക്ക് എ സർവേ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ യു ഗവൺമെൻറ്റിൻ്റെ ആ ഒരു സൈഡിലേക്ക് പോകുന്നതായിരിക്കും. എന്നിട്ട് നമ്മളോട് ചോദിക്കും ലാംഗ്വേജ് ഏതാണെന്ന് ചോദിക്കും. ഞാനിപ്പോൾ ഇംഗ്ലീഷ് കൊടുക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്നായിട്ട് കാണാൻ സാധിക്കും നമ്മൾ എവിടെ നിന്നാണ് ഈ ഒരു ഗവൺമെൻറ്റിനെ പറ്റി കണ്ടുപിടിച്ചതെന്നവരൊക്കെ ചോദിക്കുന്നത്. അതൊക്കെ നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഉത്തരം കൊടുത്താൽ മതി. ശരിയാവണോ തെറ്റാവണോ എന്നൊന്നുമില്ല. നമ്മളത് വായിച്ച് നോക്കിയിട്ട് നമുക്ക് എന്താണോ പറയാനുള്ളത് അത് നമ്മളങ്ങോട്ട് പറയുക. അപ്പോൾ നമുക്ക് ഇവിടെ നിങ്ങളായിട്ടുള്ള ഉത്തരം കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഇവിടുന്നായിട്ടുള്ള ഉത്തരം കൊടുത്തു. നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. പിന്നെ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു നമ്മുടെ 18 വയസ്സിന് മേപ്പോട്ടുള്ളൊരു ബർത്ത് ഡേറ്റ് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഫേക്കായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 1990 കൊടുത്തു. ഞാൻ ഇവിടെ കൊടുത്തത് ഇതാണ്. നമുക്ക് ഇവിടെ ആയിട്ട് ഫിഷ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് സർവേ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് സർവേ ഇതിനകത്ത് ഒറിജിനലി കിട്ടുന്നതെന്നും അതേപോലെ സർവേ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. നമ്മളെ രാജ്യം ചോദിക്കുന്നുണ്ട്. രാജ്യം നമ്മളെ കേരള എന്ന് കൊടുക്കുകയാണ്. കേരള അല്ലല്ലോ, നമ്മളെ ഇന്ത്യ എന്ന് കൊടുക്കുകയാണ്. ഇന്ത്യ കൊടുത്തു. പിന്നെ നാഷണാലിറ്റി ഇന്ത്യ തന്നെ. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്നിട്ട് പിന്നെ നമുക്ക് ലാസ്റ്റ് റേറ്റിംഗ് ചോദിക്കുക. അപ്പോൾ റേറ്റിംഗ് ഒക്കെ നമ്മൾ 9 എക്സലൻറ്റ് കൊടുക്കുക. എക്സലൻറ്റ് കൊടുത്തിട്ട് നെക്സ്റ്റ് ഓപ്ഷൻ അടിക്കുക. എല്ലാം കൊടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മളുടെ ഒരു സർവേ കംപ്ലീറ്റ് ചെയ്തത് ഒരു 5 മിനിറ്റേ ഉള്ളായിരുന്നുള്ളൂ ആ സർവേ എന്ന് പറഞ്ഞാൽ. നമ്മളുടെ സൈനപ്പ് ബോണസ് കിട്ടാനുള്ള സർവേയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് സർവേ കാര്യങ്ങളൊക്കെ റിസീവ് ആക്കുകയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ മെയിൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് സർവേയുടെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതേപോലെ നമുക്ക് സർവേ ഇവർ ഇതിനകത്ത് നമ്മൾ കയറിയിട്ടല്ലേ ചെയ്യുന്നത്, അവർ നമുക്ക് ഇമെയിൽ വഴി അയച്ചു തരും. അതായത്
നമ്മൾ ഇതിനകത്ത് തന്നെ മെയിനായിട്ട് ഇന്ന് വർക്ക് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഇതിനകത്താണെങ്കിൽ നമ്മൾ ഓരോ സർവേക്കും നല്ല രീതിക്ക് തന്നെ ക്വാളിഫൈ ചെയ്യാവും. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന സർവേക്കകത്ത് 90% കൂടുതൽ ചാൻസ് നമ്മൾ ആ ഒരു സർവേക്കകത്ത് നമുക്ക് ആ ഒരു പോയിന്റ് കിട്ടാനാണ്. അപ്പം നമുക്ക് അങ്ങനെയാണ് കിട്ടുന്ന സർവേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇമെയിൽ ചെക്ക് ചെയ്താൽ മതി. നമ്മൾ ഇമെയിൽ ഉണ്ടല്ലോ, ആ ഇമെയിൽ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മിനിമം വിഡ്രോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് റെഫർ ഫ്രണ്ട് ഉണ്ട്, റെഫർ ചെയ്തുകൊണ്ട് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ഓരോ ഫ്രണ്ടിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ 200 പോയിന്റ്സ് വെച്ചിട്ടാണ് കിട്ടുന്നത്. അതായത് 200 പോയിന്റ്സിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 144 രൂപയോളം ഉണ്ട്. പക്ഷേ നമുക്ക് ഓരോ ഫ്രണ്ടിൻ്റെ 200 പോയിന്റ്സ് നമുക്ക് ലഭിക്കുന്നതാണെങ്കിൽ അവർ കയറിയ ശേഷം അവരൊരു 6 സർവേ കംപ്ലീറ്റ് ആക്കി കിട്ടണമെങ്കിൽ നമുക്ക് 200 പോയിന്റ്സ് നമ്മുടെ അക്കൗണ്ടിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് ഏണിങ്സ് വരുന്നത്. നമുക്ക് റെഫറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. റെഫർ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ, അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ മെയിൽ വരും. ആ മെയിൽ കയറി സർവേ കംപ്ലീറ്റ് ചെയ്യുക. നമുക്ക് ചിലപ്പോൾ നമുക്ക് ഓരോ ആഴ്ചയിലും 2-3 മെയിൽസൊക്കെ വെച്ചിട്ടായിരിക്കും റിസീവ് ആകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഏണിങ്സിനകത്ത് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ ഇതിനകത്ത് പറഞ്ഞുതരാം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് വിഡ്രോ അടിച്ചെടുക്കുക, പേടിഎമ്മിലേക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് വിഡ്രോ വരുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും. അവിടെ കാണാൻ സാധിക്കും യു ഹാവ് 50 പോയിന്റ്സ് എന്നുള്ളത് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് 5000 പോയിന്റ്സ് ആകുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ റെഫർ ഫ്രണ്ടിൻ്റെ മേലൊരു ഭാഗത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നമ്മളുടെ പേടിഎമ്മിലേക്ക് റെഡീം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. 5000 പോയിന്റ്സിന് 3600 രൂപ പേടിഎം ക്യാഷ് റെഡീം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ പേടിഎമ്മിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് 7 ദിവസം 7 ഡേയ്സിനൊക്കെ നമ്മൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നു ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു തന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഏണിങ്സ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇത് മെയിൻ എന്നും പറഞ്ഞ് ഇത് ഇരിക്കാതെ ഇത് നമുക്ക് സർവീസ് ഇടയ്ക്കേ വരത്തുള്ളൂ. അപ്പോൾ ആ സമയം നമ്മൾ കയറി സർവീസ് കംപ്ലീറ്റ് ചെയ്താൽ മതി. ആരും മിസ് ചെയ്തിരുന്നത് അതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 3600 രൂപ പേടിഎം ക്യാഷാണ്. 10 20 രൂപയല്ല, 3600 രൂപ പേടിഎം ക്യാഷാണ്. നമുക്ക് ഒരാഴ്ച കൊണ്ടൊന്നും കിട്ടത്തില്ല. സത്യം പറയാം, നമുക്ക് ഒരാഴ്ച കൊണ്ടൊന്നും ഇതിനകത്ത് 3600 വിഡ്രോ ചെയ്യാൻ പറ്റില്ല. നമുക്ക് 1 മാസം അല്ലെങ്കിൽ 2 മാസം, മാക്സിമം 2 മാസം. അതിനനുസരിച്ച് നിങ്ങൾ വരുന്ന സർവേ ഒക്കെ മാക്സിമം നല്ല രീതിക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 മാസം മാക്സിമം 2 മാസത്തിനാകും 3600 രൂപ പേടിഎം ക്യാഷ്. നിങ്ങൾ ഇതുവരെയായിട്ടും ലൂട്ട് ചെയ്തിട്ടില്ലാത്ത ഏറ്റവും വലിയ ലൂട്ടായിരിക്കും ഇതെന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ടൈം വർക്കിംഗ് ആണ്, ഒരിക്കലും സ്റ്റോപ്പ് ആകത്തില്ല. പിന്നെ നമ്മൾ ടൊലൂനാട ഒരു സംഭവം കൂടി നമ്മൾ 2 ദിവസം മുമ്പ് ഇട്ടിരുന്നു. അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി യൂസ് ചെയ്യുക. ഇതിനെക്കാട്ടി സർവീസ് അതിന് വരും. പക്ഷേ അതിനകത്ത് ഇച്ചിരി മിനിമം റെഡീമെയ്ഡ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടുതലാണ്. 500 രൂപ പേടിഎം ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ 2 ദിവസം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ജസ്റ്റ് ഒന്ന് ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഒന്ന് നോക്കുക കേട്ടോ. അപ്പം ഇത്രയുള്ള പറയാനുള്ള. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചിട്ട് നമുക്കിപ്പോൾ ഇവരിപ്പോൾ നമ്മൾക്ക് ഇമെയിലൊന്നും അയക്കുന്നില്ല. അത് ചിലപ്പോൾ അത് ഇവരുടെ ഒരു ടെക്നിക്കൽ പ്രോബ്ലം ആയിരിക്കാം. അപ്പോൾ അവർ നമുക്കിപ്പോൾ ഇമെയിലൊന്നും അയച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഒരു 3 ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് താഴോട്ട് പോകുമ്പോൾ കോൺടാക്ട് എസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ കോൺടാക്ട് എക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവരെ ഇമെയിൽ വഴി നമുക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ അവർ പെട്ടെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മുടെ കോൺടാക്ട്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതാ ഇവിടേതായിട്ട് കണ്ടില്ലേ പാനൽ എൻക്വയറീസ് ക്ലിക്ക് ചെയ്യാമെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്നായിട്ട് കുറച്ച് ഓപ്ഷൻ കാണാൻ സാധിക്കും. നമുക്ക് ഇവിടെ ആയിട്ട് നമ്മളുടെ അക്കൗണ്ടിന് എന്ത് ഇഷ്യൂ ആണ്, അതായത് എന്ത് ഇഷ്യൂ ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് മെയിൽ അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരത് ശരിയാക്കി തരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് വിഡ്രോ അതായത് നിങ്ങളിപ്പോൾ വിഡ്രോ അടിക്കുമ്പോൾ വിഡ്രോ ആണ് അതായത് വിഡ്രോ 7 ദിവസത്തിനാണ് പറയുന്ന. 7 ദിവസത്തിനും കിട്ടിയിട്ടില്ലെങ്കിൽ ഇതേപോലെ അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് സർവേ വരുന്നത് നിങ്ങളിപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് വെച്ചു, എന്നിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് സർവേ വരുന്നില്ല, അല്ലെങ്കിൽ മാക്സിമം 2 ആഴ്ചയ്ക്ക് ശേഷം സർവേ വരും, 2 ആഴ്ചയായിട്ടും സർവേ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ അവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർ ടെക്നിക്കൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ആ ഒരു പ്രോബ്ലം അവർ സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ആരും തന്നെ മിസ് ചെയ്ത് നിങ്ങൾ സർവേ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ ഒരു മെയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു മെയിൽ ഉണ്ടല്ലോ അതിനകത്തോട്ടായിരിക്കും വരുന്നത്. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. നിങ്ങൾക്ക് 3600 രൂപ പേടിഎം ക്യാഷാണ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആരും മിസ് ചെയ്ത് കളയരുത്. ഇതേപോലത്തെ കിടിലൻ വീഡിയോസ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ കിടക്കാച്ച് പേടിഎം റൂട്ട്സ് നമ്മൾ ഇനിയും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് കൊടുക്കുക, വീഡിയോക്ക് മസ്റ്റ് ആയിട്ട് ലൈക്ക് കൊടുക്കുക. സോ വീഡിയോ വിളിച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസ് വേണമെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.